എല്ലാവർക്കും ട്രേഡേഴ്സ് എഡ്ജിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും മ്യൂച്വൽ ഫണ്ടിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബേസിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് അലോക്കേഷൻ എങ്ങനെയാണ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറച്ച് ടേംസ്, NAV, എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോഡ്, അതിനെക്കുറിച്ച് മ്യൂച്വൽ ഫണ്ടിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബേസിക് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ എത്ര ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണുള്ളത്, ഇക്വിറ്റി, ഡെപ്റ്റ്, ഹൈബ്രിഡ്, അതുപോലെ തന്നെ അത് അസറ്റ് അലോക്കേഷനെ ബേസ് ചെയ്തിട്ട് എത്ര ടൈപ്പ് മ്യൂച്വൽ ഫണ്ടാണുള്ളത്, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് എത്ര ടൈപ്പ് മ്യൂച്വൽ ഫണ്ടാണുള്ളത്, പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് എത്ര ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് മോഡലാണ്. അപ്പോൾ അതും SIP ആയിട്ട് ചെയ്യുന്ന രണ്ട് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ SIP ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലാർജ് ക്യാപ്പിൽ കൂടുതൽ പെർസെൻറ്റേജും, അതുപോലെ തന്നെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിൽ കുറച്ച് പെർസെൻറ്റേജ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫ്ലെക്സി ക്യാപ്പിലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൽ SIP ആയിട്ട് ചെയ്യണമെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളുടെ എമൗണ്ടിൻ്റെ ഒരു 40 to 50% മാത്രം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു 5 to 10% ഗോൾഡ് ETF, അതുപോലെ തന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ ഒരു 40 to 50% നിങ്ങളൊരു ലിക്വിഡ് ETF അല്ലെങ്കിൽ ഭാരത് ബോണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ബെയറിഷ് മോഡലാണ്. അപ്പോൾ ഇക്വിറ്റിയിൽ മാത്രം നമ്മൾ ഹ്യൂജ് എമൗണ്ട് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു വലിയൊരു കറക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ NAV ഒരു ഹ്യൂജ് ലോസിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഹ്യൂജ് ലോസിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ ഒരു ഇത്ര പെർസെൻറ്റേജ് മാത്രം ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നിങ്ങൾ ഗോൾഡിലും, ചെറിയ പെർസെൻറ്റേജ് ഗോൾഡിലും, ബാക്കി കൂടുതൽ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞു 40 to 50% ലിക്വിഡ് ETF-ലും അല്ലെങ്കിൽ ഭാരത് ബോണ്ട് പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ലിക്വിഡ് ETF-ൽ നിന്ന് ഗ്രാജുവലി നിങ്ങൾക്ക് ഇക്വിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു മാർക്കറ്റിൽ ഹ്യൂജ് കറക്ഷൻ വന്നാൽ നിങ്ങളെ വളരെയധികം ബാധിക്കില്ല. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ റെഗുലർ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ആദ്യം നമുക്കൊന്ന് പോകാം. അപ്പോൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഡയറക്റ്റ്ലി നമുക്ക് ഓൺലൈൻ ത്രൂ ചെയ്യാം. ഓൺലൈൻ ത്രൂ പല ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാം. അപ്പോൾ അത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി AMC കമ്പനിയുടെ ഡയറക്റ്റായിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് ബൈ ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ഫണ്ട് ഹൗസിൽ നിന്ന് നമുക്ക് ഓഫ്ലൈനായിട്ടും ഇത് നേരിട്ട് ചെന്നും നമുക്കിത് ബൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് ബൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്ററി ആയിട്ടുള്ള ഒരു ഏജൻസോ ഡിസ്ട്രിബ്യൂട്ടറോ അങ്ങനെ ആരും ഇല്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടാണ് ഇത് ബൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയും. മ്യൂച്വൽ ഫണ്ടിലുള്ള ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. അപ്പോൾ ഇതിന് നമ്മൾ ഇതിൻ്റെ കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്കായിട്ടുള്ള കമ്മീഷൻ, ഏജൻറ്റ് ഫീസ് അങ്ങനെ ഒന്നും നമ്മളിതിൽ കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ ബൈ ചെയ്യുന്ന ഈ മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. അപ്പോൾ എന്താണ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്? അപ്പോൾ റെഗുലർ മ്യൂച്വൽ ഫണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഇൻ്റർമീഡിയറ്ററി ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഏജൻ്റ് ഉണ്ടാവും, ഈവൻ ചിലപ്പോൾ നമുക്ക് ബാങ്കിലെ തന്നെ ബാങ്ക് ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരിക്കാം. അപ്പോൾ ഇവർ ത്രൂ ഒരു ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ഓഫീസർ
അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫണ്ട് ഹൗസ്, മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, ഇവർ മുഖാന്തരം അല്ലെങ്കിൽ ഇവർ ത്രൂ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുന്ന, അങ്ങനെ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ എന്ത് പറയും? റെഗുലർ പ്ലാൻ അല്ലെങ്കിൽ റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. അതല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ ഫണ്ട് ഹൗസ് ത്രൂ ചെയ്യുന്നതിനെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ആദ്യകാലങ്ങളിൽ ഇൻ്റർനെറ്റിൻ്റെ അപര്യാപ്തതയൊക്കെയുള്ള സമയങ്ങളിൽ റെഗുലർ മ്യൂച്വൽ ഫണ്ടായിരുന്നു കൂടുതലും ആൾക്കാർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 2013 ജാനുവരിക്ക് ശേഷം എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും അവർ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് തമ്മിലാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡയറക്റ്റിലാവുമ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള യാതൊരു കമ്മീഷനും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കമ്മീഷൻ എന്ന് പറഞ്ഞത്? നമ്മളിതൊരു കമ്മീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം എന്താണ് എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളത്. അപ്പോൾ കമ്മീഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. അപ്പോൾ ഈ എക്സ്പെൻസ് റേഷ്യോ എന്താ? നമ്മൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സ്പെൻസ് വരുന്നുണ്ട്. ആ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ റേഷ്യോ അതൊരു പെർസെൻറ്റേജിലാണ്, അത് ആനുവലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഫണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആനുവലി നമ്മളുടെ നിന്ന് അവർ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് പിടിക്കും. അപ്പോൾ ആ എക്സ്പെൻസ് റേഷ്യോ റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ കൂടുതലായിരിക്കും, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ കുറവായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഈ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്? എക്സ്പെൻസ് റേഷ്യോ എപ്പോഴും അത് NAV അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, റെഗുലർ പ്ലാനിൽ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഡയറക്റ്റ് പ്ലാനിൽ കുറവായിരിക്കും. അപ്പോൾ ഈ എക്സ്പെൻസ് റേഷ്യോ ഡയറക്റ്റ് പ്ലാനിൽ കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ NAV നോക്കുമ്പോൾ, NAV നമുക്കറിയാം ഡയറക്റ്റ് ഫണ്ടിൽ NAV കൂടുതലും, കാരണം ഈ എക്സ്പെൻസ് റേഷ്യോ NAVയിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് പ്ലാനിൻ്റെ ഒരേ മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ ഡയറക്റ്റിൽ വരുമ്പോൾ, ഡയറക്റ്റ് പ്ലാൻ എടുക്കുമ്പോൾ അതിൻ്റെ NAV കൂടുതലും, അതുപോലെ റെഗുലർ പ്ലാൻ എടുക്കുമ്പോൾ NAV കുറവുമായിരിക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർമീഡിയറ്ററി ആയിട്ട് വന്നിട്ടുള്ള ഈ കമ്മീഷൻ നമുക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കാൽക്കുലേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അത് NAV കൂടുതലായിരിക്കും, എക്സ്പെൻസ് റേഷ്യോ കുറവാണെന്നുള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് പ്ലാനിൽ എപ്പോഴും ഹയർ റിട്ടേൺ ആയിരിക്കും, അതുപോലെ തന്നെ റെഗുലർ പ്ലാനിൽ എപ്പോഴും റിട്ടേൺ കുറവായിരിക്കും. പിന്നെ റെഗുലർ പ്ലാനിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും, ഡയറക്റ്റ് പ്ലാനിൽ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. അപ്പം നമുക്കിതിന് ഇപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് ഡയറക്റ്റ് പ്ലാൻ മ്യൂച്വൽ ഫണ്ടും അത് റെഗുലർ പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. അപ്പോൾ റെഗുലറിൽ വരുമ്പോൾ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു ഏജൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ അത് ബാങ്കിലുള്ളൊരു ഏജൻറ്റ് ആയിരിക്കാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് വരുമ്പോൾ ഇങ്ങനൊരു ഏജൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ സേവ് ചെയ്യുന്നത്? എക്സ്പെൻസ് റേഷ്യോ ഡയറക്റ്റ് പ്ലാനിൽ കുറവും റെഗുലർ പ്ലാനിൽ കൂടുതലുമായിരിക്കും. ഈ എക്സ്പെൻസ് റേഷ്യോ എന്തിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അത് NAVയിലാണ്. അപ്പോൾ റെഗുലറിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ NAV കൂടുതലായിരിക്കും, NAV കുറവായിരിക്കും, ഡയറക്റ്റിൽ NAV കൂടുതലായിരിക്കും. നിങ്ങൾക്കത് ഡിഫറൻസ് നോക്കി ഞാനിതിൽ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. നമുക്കത് കമ്പാരിസണിലേക്ക് പോകാം. ഇപ്പം ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ, ഇപ്പം ഞാനിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു എമൗണ്ട്, ഇപ്പോൾ ഈ 10 lakh എമൗണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ റെഗുലർ പ്ലാനിലും ഡയറക്റ്റ് പ്ലാനിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള എക്സ്പെൻസ് റേഷ്യോൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ റെഗുലർ പ്ലാനിൽ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വന്നിരിക്കുന്നത് 2.31%, അതുപോലെ തന്നെ ഡയറക്റ്റ് പ്ലാനിൽ വന്നിരിക്കുന്നത് 0.31%. അപ്പോൾ എത്ര പെർസെൻറ്റേജ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഡിഫറൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്? 2% എക്സ്പെൻസ് റേഷ്യോ സെയിം പ്ലാനിൽ തന്നെ നമ്മൾ കമ്മീഷൻ വ്യവസ്ഥയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഒരു 2% അല്ലേ, അത് വലിയ കൂടുതലാണോ എന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും, ഇപ്പോൾ ഇത് 10 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5 ഇയറിലേക്ക് നമുക്ക് വരുന്ന
ഒരു റിട്ടേൺ, അതായത് ഡയറക്റ്റിൽ കൂടുതൽ വരുന്നത് 5 ഇയറിലേക്ക് 1,05,000 അതുപോലെ 10 ഇയറിലേക്ക് 2,25,000 ആണ്. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റെഗുലറും അതുപോലെ തന്നെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കാൽക്കുലേറ്റർ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു മ്യൂച്വൽ ഫണ്ടാണ്. കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് ഗ്രോത്ത് ഓപ്ഷൻ ഡയറക്റ്റ് പ്ലാനിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ ഒരു 12% ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 5 lakh എമൗണ്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ടുള്ള പെർസെൻറ്റേജ് ആണ് ഈ 12%. അതിൽ കൂടുതലാണ് ചില സമയങ്ങളിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 10 ഇയറിലേക്ക് നമ്മൾ 3 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 29,000 റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ കൂടുതലായിട്ട് നമുക്ക് വരും. അപ്പം ഇതിൽ എക്സ്പെൻസ് റേഷ്യോ ഡയറക്റ്റ് ആണെങ്കിൽ 11,000 വരണോടത്ത് റെഗുലറാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 29,000, അതായത് നിങ്ങൾക്ക് റെഗുലറിൽ നിന്ന് ഡയറക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 17,000 നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ 5 ഇയറിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. 21,000 ആണ് നിങ്ങൾ 5 ഇയറിലേക്ക് 5 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് കൊടുക്കുന്നത് ഏതിലാണ്? ഡയറക്റ്റിൽ. പക്ഷെ റെഗുലറിൽ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് നോക്കി 56,000 ആണ്. ഏകദേശം 34,000 രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ 10 ഇയറിലേക്ക് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. 10 ഇയറിലേക്ക് വരുമ്പോൾ ഏകദേശം 1,00,000 രൂപയുടെ ഡിഫറൻസ് ആണ് റെഗുലറും അതുപോലെ തന്നെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ റെഗുലറും ഡയറക്റ്റും വെച്ച് പറയുമ്പോൾ അഡ്വാൻറ്റേജ് എപ്പോഴും ഡയറക്റ്റിലാണ്, കാരണം റിട്ടേൺസ് എപ്പോഴും ഹൈ ആയിരിക്കും. റെഗുലറിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായതുകൊണ്ട് തന്നെ അത് അവർ കമ്മീഷനായിട്ട് ഇപ്പോൾ എത്ര പെർസെൻറ്റേജാണ് ഇവിടെ 1.6% അതുപോലെ തന്നെ 0.6% ഈ പറഞ്ഞിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ റെഗുലറും ഡയറക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം 1%. നമുക്ക് ഇതിൻ്റെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ 2% ഡിഫറൻസ് ഉണ്ട്, ചിലത് 1.95% ഡിഫറൻസ് ഉണ്ട്, 1.91% ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപ ആണ് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നതിൽ നഷ്ടം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ NAV നമ്മളിപ്പോൾ ഇത് റെഗുലറാണ് 258 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ NAV വരുന്നത് 279 ആണ്. അപ്പോൾ NAVയിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ഇനി എക്സ്പെൻസ് റേഷ്യോയിലെ ഡിഫറൻസ് ഇവിടെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലെ എക്സ്പെൻസ് റേഷ്യോ 0.64 മാത്രമേ വരുന്നുള്ളൂ. അതേസമയം നമ്മൾ റെഗുലറിലാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 1.6%, ഏകദേശം 1% മേലെ നമ്മൾക്ക് ഡയറക്റ്റിൽ റെഗുലറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺസിൽ കുറവ് വരും. അതായത് എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മളിത് എക്സ്പെൻസ് റേഷ്യോ NAVയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫണ്ട് കൂടുതൽ കോമ്പൗണ്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അത്രയും നമുക്ക് റിട്ടേൺസിൽ കുറവ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഡയറക്റ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ റെഗുലർ പ്ലാൻ എന്തിനാണുള്ളത്? റെഗുലറും ഡയറക്റ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വേണ്ട, അതുകൊണ്ടല്ല റെഗുലർ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഫണ്ടിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൽ വേറെ ഏജൻറ്റോ നമുക്കൊരു അഡ്വൈസ് പറഞ്ഞു തരാനോ ആരും ഉണ്ടാവില്ല. അതേസമയം നമ്മളൊരു റെഗുലർ മ്യൂച്വൽ ഫണ്ട് നമ്മൾ സപ്പോസ് നമ്മൾ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ICICI ബാങ്ക്, HDFC ബാങ്ക്, അതുപോലെ തന്നെ SBI ബാങ്കിലൊക്കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു അഡ്വൈസറി അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് ഉണ്ടാവും. അവർ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും അവർ നമ്മോട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ SIP ആയിട്ട് ചെയ്യുമ്പോൾ അത് അവർ തന്നെ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ മിഡ് ക്യാപ്പിൽ എത്ര പെർസെൻറ്റേജ് ഇടണം, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിൽ എത്ര പെർസെൻറ്റേജ് ഇടണം, ലാർജ് ക്യാപ്പിൽ എത്ര പെർസെൻറ്റ്, ഡെപ്റ്റിൽ എത്ര ഇടണം, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ എത്ര ഇടണം, അത് അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ട് നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു വലിയൊരു ബർഡൻ, മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്ക്, ബേസിക് കാര്യങ്ങൾ പോലും അറിയാത്ത ആൾക്ക് ഈ റെഗുലർ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അവരാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നുമില്ല, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുമില്ല. അപ്പോൾ ഒരു വലിയൊരു ബർഡൻ നമുക്കത് ഒഴിവായി
പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസിൽ ഇത്രയും നഷ്ടം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ റെഗുലർ മ്യൂച്വൽ ഫണ്ടും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫറൻസ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗോൾഡ്, നമ്മൾ ETF കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ലിക്വിഡ് ETF അല്ലെങ്കിൽ ഭാരത് ബോണ്ട്, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ മ്യൂച്വൽ ഫണ്ടിൻ്റെ സീരീസിലുള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ടും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.